ഹാർവാർഡ് സർവകലാശാലയിൽ വിദേശ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ട്രംപ് ഭരണകൂടം. ഫെഡറൽ സ്റ്റുഡൻസ് ആൻഡ് എക്സ്ചേഞ്ച് വിസിറ്റർ പ്രോഗ്രാം പ്രകാരമാണ് സർവകലാശാലയിൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ പ്രവേശനം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നത്. ഇതോടെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഹാർവാർഡിലെ ഏകദേശം 6800 വിദേശ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ആശങ്ക ഏറുകയാണ്. വിശദമായി നോക്കാം. ഇൻഡെപ്തിലേക്ക് സ്വാഗതം. മെയ് 22 ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റി നോം അറിയിച്ചതനുസരിച്ച് ഇനി ഹാർവാർഡിന് വിദേശ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാൻ സാധിക്കില്ല. നിലവിലുള്ള അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ മറ്റൊരു സർവകലാശാലയിലേക്ക് മാറണമെന്നും അല്ലാത്ത പക്ഷം അവരുടെ നിയമപരമായ പദവി നഷ്ടപ്പെടുമെന്നും ഭരണകൂടം അറിയിച്ചു. ഹാർവാർഡിന്റെ സ്റ്റുഡന്റ് ആൻഡ് എക്സ്ചേഞ്ച് വിസിറ്റർ പ്രോഗ്രാം സർട്ടിഫിക്കേഷൻ റദ്ദാക്കിയതായി ക്രിസ്റ്റി നോം എക്സിൽ പോസ്റ്റ് ചെയ്ത ഒരു ലെറ്ററിലൂടെയാണ് അറിയിച്ചത്. US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി നൽകുന്ന ഈ SCVP സർട്ടിഫിക്കേഷനാണ് F1M1 വിസകളിൽ വിദേശ വിദ്യാർത്ഥികളെ ചേർക്കാൻ കോളേജുകൾക്കും സർവകലാശാലകൾക്കും അനുമതി നൽകുന്നത്. ഈ സർട്ടിഫിക്കേഷൻ ഇല്ലാതെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ഫോം I-20 അതായത് എൻറോൾമെന്റിന്റെ തെളിവ് നൽകാൻ സ്ഥാപനങ്ങൾക്ക് കഴിയില്ല. 2025-2026 അക്കാദമിക് ഇയറിൽ FJ നോ ഇമിഗ്രന്റ് സ്റ്റാറ്റസിൽ ഹാർവാർഡിൽ അന്യഗ്രഹ വിദ്യാർത്ഥികളെ ചേർക്കുന്നത് നിരോധിച്ചിരിക്കുന്നു എന്നായിരുന്നു ക്രിസ്റ്റി നോമിന്റെ എക്സ് പോസ്റ്റ്. നിലവിൽ അവിടെ പഠിക്കുന്ന വിദേശ വിദ്യാർത്ഥികളിൽ ഉടൻ തന്നെ SCVP അംഗീകാരമുള്ള മറ്റ് കോളേജിലേക്ക് മാറണം. അല്ലാത്ത പക്ഷം അവരുടെ വിസ റദ്ദാക്കും. വിദേശ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ ആവശ്യപ്പെട്ടിട്ടും നൽകാത്തത് കൊണ്ടാണ് ഈ നടപടി സ്വീകരിച്ചതെന്നും വിശദീകരിക്കുന്നുണ്ട് ക്രിസ്റ്റി നോം. ഹാർവാർഡ് ഒരു സുരക്ഷിതമല്ലാത്ത ക്യാമ്പസ് ആണെന്നും അമേരിക്ക വിരുദ്ധതയും യഹൂദ വിരുദ്ധതയും പ്രോത്സാഹിപ്പിക്കുകയാണെന്നും ക്രിസ്റ്റി നോം ആരോപിക്കുന്നു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ഹാർവാർഡിന് ബന്ധമുണ്ടെന്നും ആരോപണമുണ്ട്. ഹാർവാർഡ് സർവകലാശാലയിൽ മൊത്തം വിദ്യാർത്ഥികളിൽ 27% 140ഓളം രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. നടപടി വിദ്യാർത്ഥികളെ ഗുരുതരമായി ബാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കണക്കുകൾ പ്രകാരം ഹാർവാർഡ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ ഓരോ വർഷവും 500 മുതൽ 800 വരെ ഇന്ത്യൻ വിദ്യാർത്ഥികളും ഗവേഷകരുമാണ് ചേരുന്നത്. ഏറ്റവും പുതിയ കണക്കനുസരിച്ച് നിലവിൽ 788 ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഹാർവാർഡിൽ പഠിക്കുന്നുണ്ട്. ഇതിൽ ഭൂരിഭാഗവും ബിരുദം കഴിഞ്ഞുള്ള തുടർ പഠന പ്രോഗ്രാമുകളാണ്. ഭരണകൂടത്തിൻ്റെ പെട്ടെന്നുള്ള നടപടി ട്യൂഷൻ ഫീസ്, താമസം, വിസ എന്നിവയടക്കം പല ആശങ്കയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുമാണ് ഉണ്ടാക്കുക. പഠനവും ഗവേഷണവും മാത്രമല്ല, വിദ്യാർത്ഥികളുടെ ഭാവി തന്നെ ചോദ്യചിഹ്നമായിരിക്കുകയാണ്. മറ്റൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് മാറുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പഴയ കോഴ്സുകൾ പുതിയ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനാകുമോ, നല്ല അവസരങ്ങൾ ഇനിയും ഉണ്ടാകുമോ എന്ന കാര്യങ്ങളിലും വ്യക്തത വന്നിട്ടില്ല. ഇനി വരാനിരിക്കുന്ന അധ്യയന വർഷങ്ങളിൽ അഡ്മിഷൻ കിട്ടിയ ഇന്ത്യക്കാർ അടക്കമുള്ള വിദേശ വിദ്യാർത്ഥികൾക്ക് ഇനി ഹാർവാർഡിൽ ചേരണമെങ്കിൽ സർവകലാശാലയുടെ SCVP അംഗീകാരം തിരികെ ലഭിക്കുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും. ഈ സെമസ്റ്ററിൽ പഠനം കഴിയുന്നവർ പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് വിവരം. സർവകലാശാലയിൽ ആഭ്യന്തര സുരക്ഷാ വകുപ്പ് നടത്തുന്ന അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് നടപടിയെന്ന് ഭരണകൂടം അറിയിച്ചിരിക്കുന്നുണ്ട്. ആഭ്യന്തര സുരക്ഷാ സെക്രട്ടറി ക്രിസ്റ്റി നോയും സർവകലാശാലയ്ക്ക് ഒരു കത്തും അയച്ചിട്ടുണ്ട്. ക്യാമ്പസിലെ പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട അച്ചടക്ക രേഖകളും ഓഡിയോ വിഷ്വൽ ഡോക്യുമെന്റേഷനും സർവകലാശാല സമർപ്പിച്ചിട്ടില്ലെന്ന് കത്തിൽ ആരോപിക്കുന്നുണ്ട്. അവയിൽ ചിലതിൽ ഹമാസ് അനുകൂല വികാരവും ഉൾക്കൊള്ളുന്നുവെന്നും ട്രംപ് ഭരണകൂടം ആരോപിക്കുന്നുണ്ട്. ഇനി ഹാർവാർഡ് സർവകലാശാലയ്ക്ക് SCVP പദവി പുനഃസ്ഥാപിക്കാൻ 72 മണിക്കൂർ സമയം മാത്രമാണ് അധികൃതർ നൽകിയിട്ടുള്ളത്. പറഞ്ഞ സമയത്തിനകം ആവശ്യപ്പെട്ട രേഖകൾ ഹാജരാക്കാനാണ് വ്യവസ്ഥ. നടപടി നിയമ അനുസൃതമല്ലെന്ന് ഹാർവാർഡ് സർവകലാശാല പ്രതികരിച്ചിട്ടുണ്ട്. ഇതാദ്യമായല്ല ഹാർവാർഡിനെ ലക്ഷ്യമിട്ട് ട്രംപ് നടപടികൾ കടുപ്പിക്കുന്നത്. സ്റ്റുഡന്റ് ഗ്രൂപ്പുകളുടെ അധികാരം കുറയ്ക്കണം, അമേരിക്കൻ മൂല്യങ്ങൾ പാലിക്കാത്ത വിദ്യാർത്ഥികളെക്കുറിച്ച് സർക്കാരിൽ റിപ്പോർട്ട് ചെയ്യണം, DEI പരിപാടികൾ റദ്ദാക്കണം തുടങ്ങിയ കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തണമെന്ന ട്രംപ് ഭരണകൂടത്തിന്റെ ആവശ്യങ്ങൾ നിരസിച്ച ഹാർവാർഡ് സർവകലാശാലയ്ക്ക് ഏകദേശം $2.3 ബില്യൺ ഫെഡറൽ സഹായം നേരത്തെ US വിദ്യാഭ്യാസ വകുപ്പ് മരവിപ്പിച്ചിരുന്നു. കഴിഞ്ഞ വർഷം US കോളേജ് ക്യാമ്പസുകളിൽ നടന്ന ഇസ്രായേൽ വിരുദ്ധ പ്രതിഷേധങ്ങൾ ജൂതവിരുദ്ധത നിറഞ്ഞതായിരുന്നു എന്നാണ് ട്രംപ് ഭരണകൂടത്തിന്റെ ആരോപണം. സർവകലാശാലയ്ക്ക് നൽകുന്ന സഹായത്തിൽ $100 കോടി കൂടി വെട്ടിക്കുറയ്ക്കാൻ സർക്കാർ നടപടികൾ തുടങ്ങിയിരിക്കുന്നു. ഇതിനിടെയാണ് അടുത്ത കടുംവെട്ട്. ട്രംപിന്റെ ഈ പെട്ടെന്നുള്ള നീക്കത്തിൽ എന്തു ചെയ്യണമെന്ന ആശങ്കയിലാണ് വിദ്യാർത്ഥികൾ.